ഹായ് ദെയർ. നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ അതിമനോഹരമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ലോകം മുഴുവനും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗത്തെ പറ്റിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരാത്തതായിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഗതിയുണ്ട്. എന്താണ് നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തതും എന്നാൽ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ലാംഗ്വേജിലുള്ളതുമായിട്ടുള്ള ആ സംഗതി? അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പകാലം മുതലേ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, രാമുവിൻ്റെയും ശ്യാമുവിൻ്റെയും. ആ കഥയുടെ ഒരു തുടക്കം മാത്രം നമുക്കൊന്ന് പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, രാമുവും ശ്യാമുവും വിറക് വെട്ടുകാരാണ്. അവർ ഒരു ദിവസം പതിവ് പോലെ വിറക് വെട്ടാനും ശേഖരിക്കാനുമായിട്ട് കാട്ടിലേക്ക് പോയി. പൊടുന്നനെ അവരുടെ മുൻപിൽ ഒരു പുലി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഹോൾഡ് ഓൺ, നമുക്ക് കഥയുടെ ഇത്തരം ഭാഗം മാത്രം മതി. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഒരു പുലി ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന ഈ ഒരു ഡയലോഗ്, ഈ ഒരു ഭാഗം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഇംഗ്ലീഷുകാർ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം വെച്ചൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഇംഗ്ലീഷിൽ ഇല്ലാത്തതും അവരുടെ ഇംഗ്ലീഷിൽ ഉള്ളതുമായിട്ടുള്ള ആ ഗുട്ടൻസ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. ഈ രംഗത്തെ ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത നമ്മൾ പറയുക സഡൻലി എ ടൈഗർ അപ്പിയർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം എന്നാണ്. എന്നാൽ ഇതേ രംഗം നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ പറയാമെന്നറിയുമോ? Then all of a sudden a tiger appeared in front of them എന്നും. ഈ ഒരൊറ്റ വാചകം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തത് എന്നാൽ അവരുടെ ഭാഷയിലുള്ളതുമായിട്ടുള്ള ആ സ്പെഷ്യൽ സംഗതി എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പെട്ടെന്ന്, യാദൃശ്ചികമായി, ആകസ്മികമായി എന്നൊക്കെ അർത്ഥമാക്കാൻ വേണ്ടി സഡൻലി എന്ന് സിമ്പിളായിട്ട് നമ്മളങ്ങ് പറഞ്ഞു പോകും. എന്നാൽ ഇതേ അർത്ഥം ലഭിക്കാനായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെയാണ് സംസാരിച്ചത്? ഓൾ ഓഫ് എ സഡൻ, ഔട്ട് ഓഫ് നോ വെയർ, ഔട്ട് ഓഫ് ദ ബ്ലൂ, ഇങ്ങനെയുള്ള മനോഹരമായുള്ള പ്രയോഗങ്ങളാണ് അവരുടെ ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഇത്തരം ഇംഗ്ലീഷ് യൂസേജസ് അഥവാ പ്രയോഗങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെയും നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇംഗ്ലീഷ് ഭാഷയെയും കൃത്യമായി വേർതിരിച്ച് നിർത്തുന്ന ആ സുപ്രധാന ഘടകം എന്ന്. ഈ വ്യത്യാസം ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കാം. നമ്മൾ ചില സമയത്ത് പറയുന്നില്ലേ, നീ വളച്ചൊടിക്കാണ്ട് കാര്യം പറയും. ഇതിനെ നമ്മൾ നോർമൽ ഇംഗ്ലീഷിൽ പറയുക ഡോണ്ട് ടോക്ക് ഇൻഡയറക്ട്ലി, കം ടു ദ പോയിന്റ് എന്നാണ്. നമ്മൾ ഉപയോഗിച്ച ഡോണ്ട് ടോക്ക് ഇൻഡയറക്ട്ലി എന്ന ആ സാധാരണ ഭാഷയെ അവരങ്ങ് മാറ്റി അതിന് പകരമായിട്ട് ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്നൊരു അതിമനോഹരമായ ശൈലിയാണ് അവർ പ്രയോഗിക്കുന്നത്. ആ ശൈലിയാണ് അവരുടെ ഭാഷയുടെ പ്രധാനപ്പെട്ട ഗുട്ടൻസ്. മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. എനിക്കൊരു അവസരം നഷ്ടപ്പെട്ടു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ ലോസ്റ്റ് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഐ ലോസ്റ്റ് എ ചാൻസ് എന്നേ പറയുള്ളൂ. എന്നാൽ ഇതേ സംഗതി ഈ സാധാരണ ഭാഷയ്ക്ക് പകരം അവർ ഒരു ഇഡിയം, അവരൊരു സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് പറയാം ഐ മിസ്ഡ് ദ ബോട്ട് എന്നോ ഐ മിസ്ഡ് ദ ബസ് എന്നോ ആണ് പറയുക. കണ്ടോ അവരുടെ ടെക്നിക്ക് പിടികിട്ടിയോ? നാം ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകൾക്കും വാചകങ്ങൾക്കും പകരം അവർ മിക്കവാറും ഉപയോഗിക്കുന്നത് ഇത്തരം ശൈലികൾ, ഇത്തരം പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായി. നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സാധാരണ വാക്കുകളും വാചകങ്ങളും പറ്റാവുന്നിടത്തോളം അങ്ങ് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിന് പകരം ഇത്തരം പ്രയോഗങ്ങൾ അങ്ങ് പറയുക. ഈ പ്രയോഗങ്ങൾ എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഇത്തരം ഇംഗ്ലീഷ് യൂസേജസ് ആണ് വാസ്തവത്തിൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഭവം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, യൂസേജസ് എന്ന് പറയുന്ന ആ കോമൺ ലേബലിൽ നമ്മൾ പലപ്പോഴും കേട്ടുപരിചയമുള്ള ഇംഗ്ലീഷ് ഇഡിയംസ് ആൻഡ് ഫ്രേസസും കൊളോക്കിയൽ എക്സ്പ്രഷൻസും ഫ്രേസൽ വേർബ്സും സ്ലാങ്സും അങ്ങനെയുള്ളത് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ളൊരു കളക്റ്റീവ് പേരാണ് നമ്മൾ പറയുന്ന ഈ യൂസേജസ്. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ഭാഷയിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് വിളിക്കുന്ന ഈ ശൈലികളും പ്രയോഗങ്ങളും ധാരാളമായിട്ട് കൂട്ടിച്ചേർക്കണമെന്ന് എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടുകാർക്ക് അങ്ങ് മനസ്സിലാവില്ല. അവരിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവസാനം ഒരു ചോദ്യം ചോദിക്കും, സംഗതിയൊക്കെ കൊള്ളാം, ഇങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ശരിക്കും സംസാരിക്കുമോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനൊരു സംശയം അവരുടെ മനസ്സിലുണ്ട്. ഇത്തരം ഒരു സംശയം മനസ്സിലുള്ളിടത്തോളം കാലം ഇതുപോലെ ശൈലീ നിബിഡമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് എന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കില്ല. നമ്മുടെ ഭാഷ ഒരിക്കലും നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാനും പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചികിത്സിക്കേണ്ട ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ശ്യാമിൻ്റെയും രാമിൻ്റെയും കഥ പറഞ്ഞതിന് ബദലായിട്ട് മറ്റൊരു സിറ്റുവേഷൻ പറയാം. ഒരു മലയാളി നടത്തിയിരുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കുറച്ച് ബംഗാളികൾ താമസിച്ച് പണിയെടുത്ത് വരുന്നുണ്ട്. ഇതിൽ
ഈ മിക്കവാറും ബംഗാളികൾക്ക് അത്യാവശ്യം വേണ്ട മലയാളമൊക്കെ അറിയാം, അവർ മലയാളം സംസാരിക്കുന്നുണ്ട്. അതിലൊരു ദിവസം ബസു എന്ന് പേരായിട്ടുള്ളൊരു ബംഗാളി എന്തോ കുരുത്തക്കേട് കാണിച്ചു. മുതലാളി അവനെ കയ്യോടെ അടിച്ചോടിക്കുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ചിട്ട് ഒരു ബംഗാളിയായിട്ടുള്ള ഒരു തൊഴിലാളിയോട് നമ്മൾ ചോദിച്ചു എന്തുണ്ടായേ. അപ്പോൾ അത്യാവശ്യം മലയാളം സംസാരിക്കുന്ന ബംഗാളി പറഞ്ഞു, ബസുവിനെ മുതലാളി അടിച്ചു, ബസു എങ്ങോട്ടോ ഓടിപ്പോയി. ഇത്രയ്ക്കേ അവൻ പറയുന്നുള്ളൂ. ബംഗാളി പറഞ്ഞ മലയാളത്തിൻ്റെ ആ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ ഇതേ സംഭവത്തെക്കുറിച്ച് നമ്മൾ സമീപത്തുള്ള ഏതെങ്കിലും ഒരു മലയാളിയോട് ചോദിക്കുക എന്തുണ്ടായേ. അപ്പോൾ മലയാളി പറയുന്ന ഉത്തരം ഒരുപാട് മാതൃഭാഷയല്ലേ, ഒരുപാട് ശൈലികളിലൂടെയും മറ്റു പ്രയോഗങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും. അത് മിക്കവാറും പറയുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലായിരിക്കും. തല്ലുകൂടിയ ബസുവിന് മുതലാളിയുടെ നിന്ന് കണക്കിന് കിട്ടി. മുതലാളിയുടെ നിന്ന് ബസുവിന് മൊട്ടൻ പണിയാണ് കിട്ടിയത്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ബസു കണ്ടം വഴി ഓടി. അടി കൊണ്ട് ബസ് ഓടിയ വഴിയിൽ പുല്ല് മുളക്കില്ല. മല്ലു മുതലാളിയോട് കൊമ്പ് കോർത്ത ബംഗാളി പാഠം പഠിച്ചു. നോക്കൂ, നമ്മളൊക്കെ ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് സംസാരിക്കുക. ഇതിൽ നോക്കൂ എത്രമാത്രം പ്രയോഗങ്ങളുണ്ട്. ഇതിവിടെ നിൽക്കുന്നൊന്നുമില്ല. അവൻ തോറ്റു തുന്നം പാടി പമ്പ കടന്നു, വല്ലാണ്ട് കളിച്ചാൽ പടമാവും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് അങ്ങ് സംസാരിക്കും. കാരണം നമ്മുടെ മാതൃഭാഷയാണിത്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജാണ്. അപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ നമ്മൾ എത്രമാത്രം ശൈലികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാവരും അവരുടെ മാതൃഭാഷ സംസാരിക്കുന്നതെന്ന് വ്യക്തമാക്കാനാണ് മല്ലു മുതലാളിയുടെയും ബംഗാളിയുടെയും കഥ പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്ന മലയാളം ഇത്രമാത്രം ശൈലി നിബിഡമായതിനാൽ 100-ൽ 100 മാർക്കും നിശ്ചയമായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതുപോലെയുള്ള ഒരൊറ്റ ശൈലി പോലും ഇല്ലാതെ മലയാളത്തിൽ സംസാരിച്ച ബംഗാളിയുടെ മലയാളത്തിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? വാസ്തവത്തിൽ ഇതേ ബംഗാളിയുടെ അവസ്ഥ തന്നെയല്ലേ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷയ്ക്കുള്ളത്. നമ്മൾ ശൈലികൾ അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ വേണോ, ഇതൊക്കെ ഒരുമാതിരി എന്തൊക്കെ ഇല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഭാഷയല്ലേ എന്നുള്ളൊരു തോന്നല് നമ്മളങ്ങ് പിൻവാങ്ങി പോവുക. പക്ഷേ നമ്മൾ കണ്ടം വഴി ഓടുന്നു, തല്ല് കിട്ടുന്നു, പടായി, വാള് വെച്ചു, ഇങ്ങനെ വായ തുറന്നാൽ 1 മിനിറ്റിൽ നമ്മൾ മലയാളം സംസാരിച്ചാൽ അതിൽ ചുരുങ്ങിയത് 20 തൊട്ട് 30 എണ്ണമെങ്കിലും ശൈലികൾ നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് ചാടും. അത് ഏത് ലാംഗ്വേജ് ആയാലും എല്ലാ ഭാഷക്കാരും മാതൃഭാഷയായിട്ടുള്ളവർ സംസാരിച്ചാൽ അങ്ങനെയാണ്. കാരണം മാതൃഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈലി നിബിഡമാണ്. അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ബംഗാളി ആയാലും ഈ ലോകത്തെ എല്ലായിടത്തും അത് കണക്കാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷുകാരുടെ അതേ റേഞ്ചിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ, അവരുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഭാഷയെ എത്തിക്കണമെങ്കിൽ അവർ ഇതുപോലെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആ പ്രയോഗങ്ങൾ നമ്മളും അങ്ങ് കോപ്പി ചെയ്ത് അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. സിമ്പിൾ. അത്തരം ഏതാനും ചില പ്രയോഗങ്ങളുടെ ഒരു സാമ്പിൾ വെടിക്കിട്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ തരികയാണ്. അതിൻ്റെ ഒറിജിനൽ പാക്കറ്റ് 2020 എന്നുള്ള പേരിൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ വേറെ എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്. സോറി എന്നും ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നതിന് പകരം മൈ ബാഡ് എന്നൊരു സ്ലാങ് ആണ് പറയുക. താങ്ക് യു പറയുന്നതിന് പകരമായിട്ട് ചിയേഴ്സ് എന്ന് പറയാം. ചിയേഴ്സ് ഫോർ യുവർ ഹെൽപ്പ് ബഡി. ക്രേസി, മാഡ് എന്നൊക്കെയുള്ള വാക്കുകൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഐ വാസ് ടോട്ടലി ബോങ്കേഴ്സ്. അടിപൊളി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ദാറ്റ്സ് ഫാബ് എന്ന് പറയാം. ഫാബുലസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് കേട്ടത്. പിന്നെ വേണമെങ്കിൽ ദാറ്റ്സ് ടോപ്പ് നോച്ച് എന്നും പറയാം. അതൊരു ക്ലാസിക് എക്സ്പ്രഷനാണ്. കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറയുന്നതിന് ഐ ആം സ്കിൻഡ് എന്ന് പറയുക. അപ്പോൾ ധാരാളം പൈസയുള്ള ഒരാളെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹീസ് മിൻറ്റഡ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാറില്ലേ മണ്ണാങ്കട്ട, തേങ്ങ കൊല എന്നൊക്കെ. അതിന് നല്ല സ്റ്റൈലിൽ ഇംഗ്ലീഷിൽ പറയുക ഹോളി ക്രാപ്പ് എന്നാണ്. തിടുക്കം വേണ്ട എന്ന് പറയുന്നതിന് ഗോ ഈസി എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ മെല്ലെ 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 മെതുവെ എന്നൊക്കെ പറയില്ലേ, അതിന് നമുക്ക് പറയാം ഈസി ഈസി. ശരിക്കും അതിൻ്റെ ഫുൾ ഫോം ഈസി ഡസ് ഇറ്റ് മാൻ, ഈസി ഡസ് ഇറ്റ് എന്നാണ്. എനിക്കിത്തിരി ധൃതിയുണ്ട്, അത്തിരി തിടുക്കത്തിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഐ ആം പ്രസ്ഡ് ഫോർ ടൈം എന്ന് പറഞ്ഞാൽ മതി. കടന്നു പോടവിടുന്നു എന്ന് പറയുക ഗെറ്റ് ദ ഹെക്ക് ഔട്ട് ഓഫ് ഹിയർ എന്നാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ഒരു കുശലാന്വേഷണമൊക്കെ ചോദിക്കില്ലേ, അതിന് സിമ്പിളായിട്ട് ഹൗസ് ഇറ്റ് ഗോയിങ്. പണിയെടുത്തിട്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ വളരെ ക്ഷീണിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ പറയാം ഐ ആം ടോട്ടലി നാക്കേഡ്, ഐ ആം ഷാറ്റേഡ് എന്നുള്ള അർത്ഥത്തിൽ. വല്ലപ്പോഴും എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് മനോഹരമായ പ്രയോഗമുണ്ട്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ.
അവനോട് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ, വളരെ അപൂർവമായി വരാറുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹീ കംസ് ഹിയർ ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ മതി. അതെന്നെ വ്യക്തിപരമായി ബാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് പേഴ്സണലി ഇമ്പാക്റ്റഡ് മീ എന്ന് പറഞ്ഞാൽ മതി. ഇനി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ചെയ്യേണ്ടതും നീയാണ്, എല്ലാം നിൻ്റെ കയ്യിലാണ് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാനായിട്ട് നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സാമ്പിൾ വേർഡ് കിട്ടിയല്ലോ. ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷിനെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അതേ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് ക്രിസ് ഫോർ സക്സസ് എന്ന ഈ ചാനലിൽ 2020 എന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് നമ്മൾ ആരംഭിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇത്തരം ഓരോ എപ്പിസോഡിലും സംഭാഷണ പ്രാധാന്യമുള്ള 20 ശൈലികൾ നമ്മൾ പരിചയപ്പെടുത്തും. അവ കണ്ടറിഞ്ഞ് നിങ്ങളുടെ ഭാഷയിലങ്ങ് ഉപയോഗിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷ പിന്നെ വേറെ ലെവലിലേക്ക് പോകും. അതുകൊണ്ട് 2020 എന്ന ഇത്തരം പുതിയ എപ്പിസോഡുകൾ ഒന്നുപോലും വിടാതെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മാത്രമല്ല ഓരോ എപ്പിസോഡ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും അതുടനെ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ ഇത് നല്ലതാണെങ്കിൽ 1-2 പേര് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ പറയാൻ സമയമായി. അതിനെ നമുക്ക് ഇറ്റ്സ് ക്വിറ്റിംഗ് ടൈം എന്ന് പറയാം. ഒക്കെ പ്രയോഗങ്ങളല്ലേ. അപ്പോൾ ഞാൻ പോവാണ് എന്നുള്ള ഇംഗ്ലീഷിൻ്റെ ഫൈനൽ ഒരു സംഗതി കൂടി പറയാം. ഓക്കെ ശരി, ഞാൻ പോകുന്നു, പിന്നെ കാണാം, ഞാൻ പോകുന്നു എന്നുള്ള ഇംഗ്ലീഷ് പറയാം. ഓക്കെ ഗായ്സ്, ഐ എം ഔട്ട് എന്ന് പറയും. ഐ എം ഔട്ട്. പിന്നെ കാണാം എന്നുള്ളതിന് എന്താ പറയും, നല്ല സ്റ്റൈലായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം. ഓക്കെ ഗായ്സ്, ക്യാച്ച് യു ലേറ്റർ. എങ്കിൽ നമുക്ക് അടുത്ത 2020 മാച്ചിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.